ഇന്ന് നമുക്ക് വെണ്ടക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ വെണ്ട എടുത്തിട്ടുണ്ട്, പച്ചമുളക്, വലിയ ഉള്ളി, തക്കാളി എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം ചൂടാവാൻ വേണ്ടി വെക്കാം. ഇനി ഈ പാത്രം ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. പാത്രം ചൂടായി വരുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വലിയുള്ളി ചേർത്ത് കൊടുക്കാം. വലിയുള്ളി ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചെറുതായി ഒന്ന് വാടി വരണം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി മിക്സ് ആക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഒന്ന് നല്ലോണം തന്നെ വാടി വരണം. അപ്പോൾ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ടുണ്ട്. തക്കാളി നല്ലവണ്ണം വാഴണം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് വാടി വരുന്നുണ്ട്. ഒന്നുകൂടി വാടേണ്ടതുണ്ട്. നമുക്കിതിലേക്ക് വെണ്ട ചേർത്ത് കൊടുക്കാം. വെണ്ട ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. വെണ്ട അധിക സമയം ഇങ്ങനെ വഴറ്റി എടുക്കേണ്ടതില്ല. കുറച്ച് സമയം നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർക്കണം. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചിട്ടുണ്ട്. സോറി, 5 മിനിറ്റ് അല്ല കേട്ടോ, ഒരു 5 സെക്കൻഡ് അത്രയേ വേണ്ടൂ. വെണ്ട അധികം വാടിപ്പോയാൽ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കണം. ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് തിളച്ച് വരണം. മൂടി വെച്ചിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഫുള്ളിലാക്കി ഇട്ട് കൊടുക്കാം. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആ കറിക്ക് നല്ല ടേസ്റ്റാണ്. ഒന്നുകൂടി ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ഇത് നമ്മുടെ വെണ്ടക്കറി ഇവിടെ
റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.